പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാൻ LDF യോഗത്തിൽ തീരുമാനം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത തരത്തിൽ പദ്ധതി നടപ്പാക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം കിഫ്ബി യൂസർ ഫീയിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഈ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയാണ്. വൻകിട പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതുവഴി വരുമാനം സമാഹരിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക. അത് കിഫ്ബിയുടെ സംരക്ഷണത്തിന് ആവശ്യമാണ്. ശ്രീത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത്, ഈ മുന്നണിക്കകത്ത് CPI ഉയർത്തിയ RJD ഉയർത്തിയ എതിർപ്പ് അതിനെയൊക്കെ മറികടന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളെ തള്ളിക്കൊണ്ട് സർക്കാർ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ അത് വിശദീകരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട്? ഒപ്പം തന്നെ യൂസർ ഫീയുടെ കാര്യത്തിൽ, കിഫ്ബി യൂസർ ഫീയുടെ കാര്യത്തിൽ നടന്ന ചർച്ചകൾ എങ്ങനെ ശ്രീത്ത്? ശ്രീജിത്ത്, ഇന്ന് ചേർന്ന LDFിൻ്റെ നേതൃയോഗത്തിൽ വിശദമായ ചർച്ചയാണ് ഈ എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഏതാണ്ട് 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്ക് ഒടുവിലാണ് വിവാദ മദ്യനിർമ്മാണശാല പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ LDF നേതൃത്വം അനുമതി കൊടുത്തത്. സർക്കാർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇന്ന് നടന്ന യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം ഈ യോഗത്തിൻ്റെ ആതിഥേയനായിരുന്നിട്ട് കൂടി അദ്ദേഹം CPIയുടെ നിലപാടുകൾ ശക്തമായി ഉന്നയിച്ചു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബിനോ വിശ്വം യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട തീരുമാനം ഇപ്പോൾ തന്നെ വിവാദ ഛായയിലാണ്. ആ വിവാദത്തിലുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് സർക്കാരിനും മുന്നണിക്കും ദോഷം ചെയ്യും. മറ്റൊന്ന്, ആ പ്രദേശം വലിയ തോതിൽ കുടിവെള്ളത്തിനും ഒപ്പം തന്നെ കൃഷിക്കാവശ്യമായ വെള്ളത്തിനും ക്ഷാമം നേരിടുന്ന മേഖലയാണ്. അവിടെ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അത് പൊതുവിൽ ജനങ്ങൾ അതിനെതിരാകുമെന്ന കാര്യവും ബിനോ വിശ്വം ചൂണ്ടിക്കാണിച്ചു. RJDയും പദ്ധതിക്കെതിരായ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധി ലംഘിച്ചുകൊണ്ടാണ് ഈ ഒയാസിസ് കമ്പനി ഈ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതിയുമായി വരുന്നത് എന്ന കാര്യമാണ് RJDയുടെ സെക്രട്ടറി ജനറലായ ഡോക്ടർ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ RJDയും CPIയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങിയില്ല. മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനത്തിൽ നിന്ന് ഒരു കാരണവശാലും പിറകോട്ട് പോകാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി ശഠിച്ചു. ഇത്തരമൊരു പദ്ധതി വരുമ്പോൾ അത് പ്രയോജനകരമായ പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത ശേഷം പിന്മാറാൻ കഴിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്ത് വന്നു. മഴവെള്ള സംഭരണം കൊണ്ട് മാത്രം ആ പദ്ധതി അവിടെ ഈ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. കുടിവെള്ളത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ക്ഷാമം ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നില്ല എന്നായിരുന്നു MV ഗോവിന്ദൻ്റെ വാദം. ഈ വാദങ്ങൾക്കൊടുവിലാണ് മുന്നണി നേതൃത്വം എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാല പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് അനുമതി നൽകിയത്. ശ്രീത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിവാദങ്ങൾക്കിടെ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ LDFിൻ്റെ അനുമതി.